എങ്ങനെയാണ് ഒരു സർക്കാരിന് ഇത്രമേൽ കോൺഫിഡൻസ് ആയി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുന്നു വയനാട് ചൂരൽമലയിൽ ടൗൺഷിപ്പിൽ. ഇങ്ങനെ കൃത്യമായി താമസം തുടങ്ങിയ ദുരന്തബാധിതർ 1,00,000 രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിത ആവശ്യങ്ങളെ നിറവേറ്റേണ്ടതല്ലേ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ? ഒരു വീട് കെട്ടിക്കൊടുത്തത് കൊണ്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1,00,000 രൂപ 178 കുടുംബങ്ങളുടെയും അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുന്ന വിപ്ലവകരമായ തീരുമാനമാണ് പിണറായി സർക്കാർ ചെയ്തത് എന്നുള്ളതാണ്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി, ഇലക്ഷന് മുമ്പ് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ദുരന്തമുണ്ടായ അന്നു മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് 475 കുടുംബങ്ങളെ ടൗൺഷിപ്പ് ഉണ്ടാക്കി താമസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 178 വീടുകളുടെ പണി പരിപൂർണമായി പൂർത്തീകരിച്ച് ഡിവൈഎഫ്ഐ അവിടെ കൃത്യമായി ടെലിവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്ത് താക്കോൽ കൈമാറി ആ കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ ചെറിയ പെരുന്നാൾ വരുന്നതിന് മുമ്പ്, വിഷു വരുന്നതിന് മുമ്പ് സന്തോഷം പരിപൂർണമായി ആ വീടുകളിലേക്ക് തിരിച്ചു വരട്ടെ എന്നൊരൊറ്റ ഉദ്ദേശത്തോടെ സർപ്രൈസ് ആയി 1,00,000 രൂപ കൂടി കൊടുക്കുന്നു. ഇതിന്റെ പേരല്ലേ മാസ്റ്റർ പ്ലാനിങ്?